ഹലോ, ഇന്ന് നമ്മളോട് ഉള്ളത് FC-V3 2019 എഡീഷനാണ്. വണ്ടി FC-യുടെ തന്നെ 3ാം ജനറേഷൻ യമഹയുടെ തന്നെ ഒരു മൈലേജ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. വണ്ടിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ വണ്ടിയുടെ എൻജിൻ നമുക്ക് അത് എൻജിനിലോട്ട് വരാം. എൻജിൻ വരുന്നത് 149 cc എയർ കൂൾഡ് 4 സ്ട്രോക്ക് SOHC 2 വാൽവ് എൻജിനാണ്. മാക്സിമം 12.4 PS പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കേപ്പബിളായ മൈലേജ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു എൻജിനാണ്. അതുപോലെ തന്നെ 5500 RPM-ൽ 13.3 Nm ടോർക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വണ്ടിക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ്. അതുപോലെ തന്നെ ആവറേജ് ഒരു 49 മൈലേജും കിട്ടുന്നുമുണ്ട്. വണ്ടി കമ്പനി ഇറക്കിയേക്കുന്നത് തന്നെ ബഡ്ജറ്റ് ഓറിയൻറ്റഡുമായിട്ടാണ്. ഈ വണ്ടിയുടെ വില വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1,15,000 രൂപയാണ്. ഇനി വരുന്നത് ഇതിൻ്റെ സസ്പെൻഷനാണ്. ഇതിന് ഫ്രണ്ടിൽ വരുന്നത് ഡബിൾ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്. അത്യാവശ്യം നല്ല റോഡുകളിൽ ട്രാക്കിലും അതുപോലെ തന്നെ റോഡുകളിലും അത്യാവശ്യം പെർഫോമൻസ് വരുന്നൊരു ഇതാണ്, സസ്പെൻഷനാണ്. അതുപോലെ തന്നെ പുറയിൽ വരുന്നത് മോണോഷോക്കാണ്. സിംഗിൾ മീൻസ് മോണോഷോക്കാണ്. അത്യാവശ്യം പ്ലേ ഉള്ളതും അതുപോലെ തന്നെ കംഫോർട്ട് നൽകുന്ന രീതിയിലാണ് അതിൻ്റെ ഷോക്ക് ഒബ്സർവ് വന്നിരിക്കുന്നത്. സീറ്റിംഗ് ആണെങ്കിൽ തന്നെ തിരിയും കൂടെ റൈഡർ ഓറിയൻറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല പില്ലിയനും അത്യാവശ്യം കംഫോർട്ട് വരുന്ന ഒരു വണ്ടിയാണ്. ഇതിൻ്റെ ഹെഡ്ലൈറ്റിലോട്ട് വരുമ്പോൾ LED ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്. ഇൻഡിക്കേറ്റേഴ്സും എല്ലാം LED ആണ് വരുന്നത്. ഒരു ആവറേജ് 10 മീറ്റേഴ്സ് റേഞ്ച് കിട്ടുന്ന അത്യാവശ്യം മോശമല്ലാത്തൊരു ഹെഡ്ലൈറ്റാണ്. പക്ഷേ ഇത് പോരായ്മയാണ്. വണ്ടിക്ക് ലൈറ്റിങ്ങിൻ്റെ ഇഷ്യൂ പലപ്പോഴും പറയാറുണ്ട്. വണ്ടി സിംഗിൾ ചാനൽ ABS ആണ്. ഫ്രണ്ടിലും അതുപോലെ തന്നെ ബാക്കിലും ഡിസ്ക് ബ്രേക്സ് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ABS-ൻ്റെ പെർഫോമൻസ് വളരെയധികം നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. പല സന്ദർഭങ്ങളിലും നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഇതിൻ്റെ ABS വർക്ക് ചെയ്യുന്നത്. നമ്മൾ നോക്കാൻ പോകുന്നതിൻ്റെ മീറ്റർ കൺസോളിനെ പറ്റിയാണ്. മീറ്റർ കൺസോൾ ഇപ്പം കീ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ കിട്ടുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ചെറിയ സ്ക്രീനാണ് കൊടുത്തേക്കുന്നത്. എന്നാലും അത്യാവശ്യത്തിനുള്ള എല്ലാ സ്പെക്സും ഇതിനകത്തുണ്ട്. മീൻസ് ഫസ്റ്റ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ന്യൂട്രൽ ഇൻഡിക്കേഷനാണ്. അതുപോലെ തന്നെ സ്പീഡോമീറ്റർ ഉണ്ട്, RPM മീറ്ററാണ് ഈ കാണുന്നത്. RPM മീറ്റർ ഉണ്ട്, ഫ്യൂൽ കൺസോളുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിച്ചിങ് ആണ്. സ്വിച്ചിങ്ങിനകത്ത് ഈ സ്വിച്ച് ഉപയോഗിച്ച് നമുക്ക് ഇവിടുത്തെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് വെച്ചാൽ ട്രിപ്പ് 1 ആണ്. മീൻസ് എത്രത്തോളം ഓടുന്നുള്ള ട്രിപ്പ് നോക്കുന്നത്. അത് അങ്ങനെ 2 ട്രിപ്പ് വന്നിട്ടുണ്ട്. അടുത്ത വന്നേക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ ടൈമാണ്. അടുത്ത വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡോമീറ്ററാണ്, എത്രത്തോളം ഓടി എന്നുള്ളത് കാണിക്കുന്നതാണ്. അടുത്തതെന്ന് വെച്ചാൽ ട്രിപ്പ് F, റിസർവിൽ എത്രത്തോളം ഓടി എന്നതാണ് കാണിക്കുന്നത്. നമുക്കിനി വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേട്ട് നോക്കാം. ഇത് എൻജിൻ സ്വിച്ചാണ്. ഇഗ്നിഷൻ ഓൺ ചെയ്യുന്നു. ഒരു നോർമലായിട്ടുള്ള സൗണ്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം റഫായിട്ടൊന്നും കൊടുത്തിട്ടില്ല. റബ് ചെയ്താൽ പോലും സ്മൂത്തായിട്ടുള്ളതാണ് കേൾക്കാൻ പറ്റുന്നത്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1,15,000 രൂപയ്ക്ക് അത്യാവശ്യം വേർത്തിയായിട്ടുള്ളൊരു വണ്ടിയാണ്. അതുപോലെ തന്നെ ആവശ്യത്തിന് പവറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്നത് ഹൈവേസിലും അതുപോലെ തന്നെ മെയിൻ റോഡ്സിലുമാണ്. വണ്ടി ഇത്തിരി കൂടെ കേബിളാണ്. ഓഫ് റോഡ്സിന് കുഴപ്പമില്ല, ട്രാവൽ ചെയ്യാൻ സിംഗിൾ റൈഡിന് നല്ലതാണ്.